നിങ്ങൾ ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കലോറി കാൽക്കുലേഷന്, അതുപോലെ തന്നെ പ്രോട്ടീൻ കാൽക്കുലേഷന്, അതുപോലെ തന്നെ സപ്ലിമെന്റ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബോഡിയിൽ വൈറ്റമിൻ മിനറൽസിന്റെ കുറവ് വരും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ 2 എഗ്ഗുകൾ. ഈ എഗ്ഗ് എന്ന് പറയുന്നത് ഫാമിലെ കോഴിയാണ്. അവർക്ക് എന്ത് ഭക്ഷണമാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഭക്ഷണമായിരിക്കും അവർക്ക് സാധാരണ കിട്ടുക. അതുപോലെ തന്നെ സൂര്യപ്രകാശം തട്ടാത്ത കോഴികളാണ് ഈ ഫാമിലെ കോഴി എന്ന് പറയുന്നത്. എന്നാൽ ഇത് നാടൻ കോഴികളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫുഡോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഇവർ സൂര്യപ്രകാശം തട്ടുന്നുണ്ട്. കലോറിയോ അല്ലെങ്കിൽ പ്രോട്ടീനോ ഇങ്ങനെ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് എന്ത് ഭക്ഷണമാണോ അവർക്ക് വേണ്ടത് ആ ഭക്ഷണം കഴിക്കുന്ന കോഴികളെ എഗ്ഗാണ് ഈ കാണുന്ന എഗ്ഗ്. ഇനി ഇത് രണ്ടും ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവരെ വൈറ്റമിൻ മിനറൽസ് ഒക്കെ കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത് നമ്മൾ ഫാമിലെ എഗ്ഗ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടതാണ്. ഇതിൽ കൂടുതലും വെള്ള, കുറച്ച് മഞ്ഞ മാത്രം. ഇനി നാടൻ കോഴി ഓപ്പൺ ചെയ്തപ്പം ഇതിൽ കുറച്ച് വെള്ള മാത്രം, കൂടുതലും മഞ്ഞയാണ്. ഈ മഞ്ഞ കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ മഞ്ഞയിലാണ് ഏറ്റവും വൈറ്റമിൻ മിനറൽസ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലെ കോഴിക്ക് വൈറ്റമിൻ മിനറൽസ് കുറവാണ്. എന്നാൽ നാടൻ കോഴിക്ക് കൂടുതലും വൈറ്റമിൻ മിനറൽസ് കൂടുതലാണ്. എന്നാൽ ഏറ്റവും ഗുണമുള്ള എഗ്ഗ് എന്ന് പറയുന്നത് കലോറിയും കാര്യങ്ങളൊന്നും കാൽക്കുലേഷൻ ചെയ്യാതെ അവർക്ക് എന്ത് ഭക്ഷണമാണോ വേണ്ടത് അതിനനുസരിച്ച് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പുറത്ത് പോയി വെയിൽ കൊണ്ടിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ നുള്ളിപ്പൊറുക്കി കഴിക്കുന്ന കോഴികളിലാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്, വൈറ്റമിൻ മിനറൽസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ യെല്ലോ ഇത്ര സൈസ് കൂടാൻ കാരണം. എന്നാൽ നമ്മൾ അളന്ന് മുറിച്ച് കൊടുക്കുന്ന കോഴികൾ, അഥവാ ഫാമിലെ കോഴികൾ, അതുപോലെ തന്നെ പല പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കൊടുക്കുന്ന കോഴികളിൽ പോഷകാഹാരങ്ങൾ കുറവാണ്, അഥവാ ഇതിൽ വൈറ്റമിൻ മിനറൽസ് കുറവാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി നടക്കുന്നത്. പ്രോട്ടീൻ പൗഡറും അതുപോലെ തന്നെ മറ്റുള്ള സപ്ലിമെന്റ് ഒക്കെ കഴിച്ച് നമ്മൾ ബോഡി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ മിനറൽസ് ഒക്കെ പതിയെ പതിയെ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയും, നമ്മുടെ സ്ട്രെങ്ത് കുറയും. പക്ഷെ നമുക്ക് കാണാൻ ഇതുപോലെ സൈസ് ഉണ്ടാവും. ഈ സൈസ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇതുപോലെയുള്ള പോഷകാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്റ് ഒന്നും ഉപയോഗിക്കാതെ ഈ നാടൻ കോഴിനെ പോലെ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഹെൽത്തി ആയ ഭക്ഷണങ്ങൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. സപ്ലിമെന്റുകളൊക്കെ മാക്സിമം എന്നല്ല 0 എന്ന രീതിയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവുക.